ഫെഫ്കയിൽ നിന്ന് സംവിധായകൻ ആഷിഖ് കപൂർ രാജിവെച്ചു. ഫെഫ്ക നിലപാടിൽ പ്രതിഷേധിച്ചാണ് രാജി. ഫെഫ്കയുടെ നിലപാടിൽ കാപട്യമെന്നാണ് ആഷിഖ് കപൂറിന്റെ നിലപാട്. വിശദാംശങ്ങളുമായി കീർത്തി കൊച്ചിയിൽ നിന്ന് ചേരുന്നു. കീർത്തി, ഫെഫ്ക എന്ന സംഘടനയിൽ നിന്നാണ്, അതിൻ്റെ അംഗത്വത്തിൽ നിന്നല്ലേ ആഷിഖ് കപൂർ രാജിവെച്ചിരിക്കുന്നത്? ആ സംഘടനയുടെ നേതൃത്വത്തോട് വിയോജിച്ച് ആ സംഘടനയുടെ നിലപാടുകളിലാകെ കാപട്യമെന്നാണ് ഇപ്പോഴത്തെ സാഹചര്യത്തെക്കുറിച്ച്, അതിനോട് പ്രതികരിച്ച രീതിയെക്കുറിച്ച് ആഷിഖ് കപൂർ പറയുന്നത്? ശക്തി, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ചലച്ചിത്ര പിന്നണി പ്രവർത്തകരുടെ സംഘടനയായ ഫെഫ്കയിൽ വലിയൊരു പൊട്ടിത്തെറിയാണ് നടന്നിരിക്കുന്നത്. ഇപ്പോൾ ആഷിഖ് കപൂർ ഈ ഒരു സംഘടനയിൽ നിന്നും സംഘടന അംഗത്വത്തിൽ നിന്നും ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നുവെന്ന വാർത്തകൾ പുറത്തുവരുന്നു. ഈ നേതൃത്വത്തിനെതിരെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് ആഷിഖ് കപൂർ രംഗത്തെത്തിയത്. ഈ ഒരു രാജിവെക്കുന്നതിന് മുന്നേ തന്നെ ഈ ഫെഫ്കയുടെ നിലപാടിലൊക്കെ തന്നെ രൂക്ഷ വിമർശനം ആഷിഖ് കപൂർ നടത്തിയിരുന്നു. ഫെഫ്ക എന്നാൽ വി ഉണ്ണികൃഷ്ണൻ എന്നല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. തൊഴിലാളി സംഘടനയെ ഫ്യൂഡൽ തൊഴുത്തിൽ കെട്ടി പ്രതിലോമ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇതിനു മുന്നേയൊക്കെ തന്നെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നിശബ്ദത പാലിച്ച ഫെഫ്കയുടെ ഈ ഒരു നിലപാടിനോട് വിമർശിച്ചുകൊണ്ട് ആഷിഖ് കപൂർ നേരത്തെ തന്നെ രംഗത്തെത്തിയതാണ്. ഉണ്ണികൃഷ്ണന് അതേസമയം തന്നെ ഫെഫ്ക മറുപടിയിലൂടെ ആഷിഖ് കപൂറിന്റെ നിലപാടുകളോട് വിയോജിക്കുന്നുമുണ്ടല്ലോ. കഴിഞ്ഞ ദിവസമൊക്കെ ആ സംഘടനയുടെ നേതൃത്വവുമായി ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞത് ആഷിഖ് കപൂർ നിർമ്മിച്ച ഏറ്റവും അവസാനത്തെ ചിത്രത്തിൽ പോലും 40 ലക്ഷത്തോളം രൂപ തൊഴിലാളികൾക്ക് വേതനമായും മറ്റും നൽകാനുണ്ട് എന്ന നിലയിൽ അവർ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട വിമർശനങ്ങൾ ഫെഫ്കയും തിരിച്ച് ആഷിഖ് കപൂറിന്റെ കാര്യത്തിൽ ഉന്നയിക്കുന്നുണ്ടല്ലോ. ആഷിഖ് കപൂറിന്റെ മറുപടി എന്താണ് അതേക്കുറിച്ച്? പ്രധാനമായും ആഷിഖ് കപൂർ പറയുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഈ ഫെഫ്ക തുടരുന്ന കുറ്റകരമായ മൗനം അതെയാണ് കൂടുതലും ഈ ആഷിഖ് കപൂർ വിമർശിക്കുന്നത്. ഉണ്ണികൃഷ്ണന് വ്യാജ ഇടതുപക്ഷ പരിവേഷമാണെന്നാണ് ആഷിഖ് തുറന്നടിക്കുന്നത്. ഈ ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ നിന്നും ഉണ്ണികൃഷ്ണനെ മാറ്റണമെന്നും ആഷിഖ് കപൂർ ആവശ്യപ്പെടുന്നുണ്ട്. ഫെഫ്കയുടെ പ്രതികരണം കാപട്യമാണെന്നും ഫെഫ്കയുടെ ഇത്തരം നിലപാട് ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഏറെ വൈകിയാണ് ഈ താരസംഘടനയായ അമ്മ പ്രതികരിച്ചതിന് പോലെ തന്നെ ഏറെ വൈകിയായിരുന്നു ഫെഫ്കയുടെ പ്രതികരണവും വന്നത്. ഈ ഫെഫ്കയുടെ പ്രതികരണം കാപട്യമാണെന്നാണ് ആഷിഖ് കപൂർ പറയുന്നത്. യൂണിയൻ നിലപാടല്ല ഈ ഫെഫ്കയുടെ വാർത്താക്കുറിപ്പിലൂടെ പുറത്തു വന്നതെന്നും പറയുന്നുണ്ട്. ഉണ്ണികൃഷ്ണന്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഈ റിപ്പോർട്ട് വിശദമായി ചർച്ച ചെയ്യാൻ ഒക്കെ ഫെഫ്ക ആവശ്യപ്പെട്ടതാണ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ലൈംഗിക അതിക്രമം നടത്തിയതായി പരാമർശമുള്ള എല്ലാ പേരുകളും പുറത്തു വരണമെന്നും ഈ ഫെഫ്കയിലെ അംഗങ്ങളൊക്കെ തന്നെ യോഗത്തിൽ ജയിക്കുന്നതായൊക്കെ ഇറക്കിയ വാർത്താക്കുറിപ്പിൽ പറഞ്ഞതാണ്. എന്നാൽ ഇപ്പോൾ സംഘടനയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് ഈ ആഷിഖ് കപൂറിന്റെ പടിയിറക്കം. ഫെഫ്കയുടെ നിലപാട് കുറ്റകരമായ മൗനം തുടർന്നു എന്നൊക്കെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഈ ചലച്ചിത്ര നയരൂപീകരണത്തിൽ നിന്നും വി ഉണ്ണികൃഷ്ണനെ മാറ്റി നിർത്തണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ്, ഇത്രയും അധികം വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് ആഷിഖ് കപൂർ ഇപ്പോൾ ഫെഫ്കയിൽ നിന്നും പടിയിറങ്ങുന്നത്. ശരത്. റൈറ്റ്. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ്. മലയാള സിനിമയിലെ പുതിയ കേസുകളും പുതിയ വിവാദങ്ങളും പ്രശ്നങ്ങളും തർക്കങ്ങളുമൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഫെഫ്കയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ചലച്ചിത്ര സംവിധായകൻ ആഷിഖ് കപൂർ ആ സംഘടനയ്ക്കെതിരെ അദ്ദേഹം കൂടി അംഗമായിട്ടുള്ള ഫെഫ്ക യൂണിയനെതിരെ, ട്രേഡ് യൂണിയനെതിരെ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു. ഫെഫ്ക ഇതുമായി ബന്ധപ്പെട്ട വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് വിപ്ലവകരമായ നടപടികളാണ് ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. ലൈംഗികാതിക്രമവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പ്രശ്നങ്ങളാകെയും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അത്തരം ആളുകളുടെ പേരുകളൊക്കെ പുറത്തു വരേണ്ടതുണ്ട് എന്ന നിലയിലൊക്കെ ഫെഫ്ക ഒരു നിലപാട് സ്വീകരിക്കുമ്പോഴും മാധ്യമങ്ങളോടും പൊതുസമൂഹത്തോടും ഫെഫ്ക പ്രതികരിക്കുന്നില്ല, സംവദിക്കുന്നില്ല എന്ന വിമർശനമാണ് ഉന്നയിച്ചത്. അതിലൂടെ ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണനെ നേരിട്ട് കടന്നാക്രമിക്കാനും വിമർശിക്കുവാനാണ് ആഷിഖ് കപൂർ ശ്രമിച്ചത്. ഫെഫ്കയുടെ വാദമാകട്ടെ ഇതേക്കുറിച്ച് വളരെ ഗൗരവമായ, ഫെഫ്കയ്ക്കുള്ളിലുള്ള 21ഓളം വരുന്ന ട്രേഡ് യൂണിയനുകൾ വിവിധ നിലകളിൽ, ഡയറക്ടേഴ്സ് യൂണിയൻ, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് യൂണിയൻ, അതുപോലെ എല്ലാ മേഖലകളിലും ഉള്ള യൂണിയനുകൾ, ആ യൂണിയനുകൾക്കുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നു. ആ ചർച്ചകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ 1-2 തീയതികളിലോ മറ്റോ എറണാകുളത്ത് വളരെ വിപുലമായി ഇതേക്കുറിച്ച് ചർച്ച ചെയ്യാനായി ഒരു ട്രേഡ് യൂണിയൻ സംവിധാനത്തിനകത്ത് നിന്ന്, ആ സംഘടനാ സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ട് ഇക്കാര്യങ്ങളാകെ പരിശോധിച്ചുകൊണ്ട് ഒരു പൊതു നിലപാട് സ്വീകരിക്കാൻ പോകുന്നു എന്നാണ് ഫെഫ്ക പറയുന്നത്. പക്ഷേ ആഷിഖ് കപൂർ അതിനോട് വിയോജിക്കുകയാണ്. നേതൃത്വം ഇതേക്കുറിച്ച് പ്രതികരിക്കുന്നില്ല, മൗനം. ബി ഉണ്ണികൃഷ്ണൻ്റെ മൗനം എന്ന നിലയിലാണ്, ജനറൽ സെക്രട്ടറിയുടെ മൗനം എന്ന നിലയിലാണ് അതിനെ ആഷിഖ് കപൂർ വിമർശിക്കുന്നത്. ആ വിമർശനത്തിനൊടുവിലാണ് ആഷിഖ് കപൂർ ഇപ്പോൾ ഫെഫ്കയോട് വിട പറയുന്നത്. ഫെഫ്കയിലെ അംഗത്വം രാജിവെച്ചുകൊണ്ടുള്ള നിലപാട് ആഷിഖ് കപൂർ എന്ന സംവിധായകൻ സ്വീകരിച്ചിരിക്കുന്നത്.